എല്ലാവർക്കും സർ ബീറ്റ ഫാമിലേക്ക് സ്വാഗതം. നമുക്ക് കുറെ കഴിഞ്ഞത്തെ ആഴ്ച ബ്രീഡ് ചെയ്ത കുറെ ബീറ്റാസ് കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. ബീറ്റാസ് ഫ്ലൈസ്. അപ്പോൾ അവരെ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതെല്ലാം നമ്മുടെ ബീറ്റ ഫ്ലൈസാ. ഒരു 15 ദിവസത്തോളം പ്രായമായിട്ടുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ ഈ ഓപ്പൺ എയറിൽ തന്നെയാണ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു റെഡിന്റെ വാച്ച്, ഇതൊരു കോയി പ്ലക്കാർഡ്. അങ്ങനെ ഒരു എണ്ണം കുറവാണ്, 200ഓളം കുഞ്ഞുങ്ങളേ ഉള്ളൂ, 2 വാച്ചും കൂടെ. കണ്ടല്ലോ. അപ്പോൾ ഇവരെ ഇന്ന് നമ്മൾ റയറിംഗ് ടാങ്കിലേക്ക്, വലിയ ടാങ്കിലേക്ക് ഇറക്കി വിടുക. വലിയ ടാങ്കിലേക്ക് നമ്മളിന്ന് ഇവരെ ഇറക്കി വിടുക. എങ്ങനെ ഇറക്കി വിടാമെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ ഒരു രീതി, ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അതിൽ തന്നെ നമ്മുടെ റയറിംഗ് ടാങ്കിൽ മുമ്പേ പറഞ്ഞല്ലോ, റയർ ചെയ്യുന്ന രീതി. അതിൽ വെള്ളത്തിന്റെ അളവ് വളരെ കുറവായിരിക്കണം. ഇപ്പോൾ ഇതൊരു 2.5 അടിയുള്ള ടാങ്കാണ്. അതിനകത്ത് ഞാൻ ഏകദേശം 5 ഇഞ്ച് വെള്ളം മാത്രമേ ഈ ടാങ്കിൽ ഇട്ടിട്ടുള്ളൂ. 5 ഇഞ്ച് വെള്ളം മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ കഴിവതും കുറഞ്ഞ അളവിലുള്ള ടാങ്കിലേക്ക്, അതായത് ഹൈറ്റ്, വെള്ളത്തിന്റെ ഹൈറ്റ് വളരെ കുറവായിരിക്കണം. നീളവും വീതിയൊന്നും കുഴപ്പമില്ല. അങ്ങനെയുള്ള ടാങ്കിലേക്ക് കുഞ്ഞുങ്ങളെ മാക്സിമം ഇറക്കി വിടാൻ ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് ഗ്രോത്ത് വളരെ കൂടുതലായിരിക്കും. നമ്മൾ ഒരു ബേസിനെ വെച്ച് വളർത്തുന്നതിന്റെ 10 ഇരട്ടി ഗ്രോത്ത് ഇങ്ങനെയുള്ള ടാങ്കുകളിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ ഇറക്കി വിടാൻ വേണ്ടി ടാങ്ക് നേരത്തെ തന്നെ സെറ്റ് ചെയ്തിട്ടേക്കുക. അതായത് നമ്മൾ ബ്രീഡിങ്ങിന് വെള്ളം എന്ന് കണ്ടീഷൻ ചെയ്യാൻ വെക്കുന്നോ അന്ന് തന്നെ നമ്മൾ ഈ വെള്ളവും സെറ്റ് ചെയ്തിടും. അപ്പോൾ ബ്രീഡിങ്ങിന് വെള്ളം കണ്ടീഷൻ ചെയ്യുന്നതിന് അതേ സമയത്ത് തന്നെ ഈ വെള്ളത്തെ നമ്മളിവിടെ സെറ്റ് ചെയ്തിടും. ഇതിൽ വേറൊന്നുമില്ല, ഫ്രഷ് വാട്ടർ ഞാൻ ഉപയോഗിക്കുന്ന കുളത്തിലെ വെള്ളമാണ്. അപ്പോൾ ഇതിന് ബ്രീഡിങ്ങിന് മുമ്പായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ട് ഈ വെള്ളത്തിലേക്ക് നമ്മൾ ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട് ഈ കുഞ്ഞുങ്ങളെ വിടുന്നതിന് മുമ്പ്. ഒന്ന്, ഇതിലേക്ക് നമ്മുടെ ബ്ലൂ മെഡിസിൻ വളരെ ചെറിയൊരളവിൽ ആഡ് ചെയ്യും. പിന്നെ രണ്ടാമത്തേത് നമ്മുടെ സാധാ സാൾട്ട്, ഉപ്പ്. ആ ഉപ്പ് ഏകദേശം ഒരു പൊടിയോളം ഇത്രയും സാൾട്ട് ഈ വെള്ളത്തിൽ ആഡ് ചെയ്ത് ഉണ്ടോ. പിന്നെ നമ്മുടെ ബ്ലൂ മെഡിസിൻ, ഇതും വളരെ ചെറിയൊരളവിൽ വെള്ളത്തിലോട്ട് മതി, ഇതിന്റെ ആവശ്യമുള്ളൂ. ഇത് ആഡ് ചെയ്യുക, ഒന്ന് കലക്കി വിടുക. ഇത്രയേ ഉള്ളൂ ആ വെള്ളത്തെ കണ്ടീഷൻ ചെയ്യുന്ന രീതി. അടുത്തത് ഇവരെ നേരിട്ട് ഇറക്കി വിടുക എന്നുള്ളതാണ്. കണ്ടോ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇതിനകത്തോട്ട് വിടുക. ഇങ്ങനെ വെച്ചു, ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിനകത്ത് കോരി ഒഴിക്കുക. ഇതെല്ലാം ഞാൻ ചെയ്യുന്ന രീതിയാണ്. പല ബ്രീഡേഴ്സും പല രീതിയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ബൾക്കായിട്ട് ചെയ്യുമ്പം നമ്മൾ ജോലികളെ കുറെ സ്മൂത്ത് ആക്കാനായിട്ട് കണ്ടെത്തിയ മാർഗങ്ങളാണ്. അടുത്തൊരു ബാച്ച് അവിടെയും നമ്മൾ ഇതിനകത്തോട്ട് എടുത്ത് വെച്ച് ഇതിനകത്തുനിന്ന് തന്നെ കുറെ വെള്ളം ഇതിനകത്തോട്ട് കോരി ഒഴിച്ച് ഓക്കെ കുഞ്ഞുങ്ങളെ ഇതിലോട്ട് ഇറക്കി വിട്ടു. ഇവരെ ഇതിനകത്തോട്ട് തന്നെ ഇറക്കി വിട്ടു. ഈ കഴിവതും ഒച്ചുകള്, സ്നെയിൽ ഇതിനകത്തോട്ട് അധികം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ കൊടുക്കുന്ന ഫീഡ് പാതി കൂടുതൽ ഇവർ കഴിച്ചു തീർക്കും. പഴയ വാഴയിലൊന്നും വേണ്ട. ഈ സാധനങ്ങളൊക്കെ എടുത്ത് കളയുക. ഈ സാധനം, ഈ കുളവാഴ നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. ഇത് നമ്മുടെ ഫൈറ്റർ ബ്രീഡിങ്ങിന്, ബേറ്റ ബ്രീഡിങ്ങിന് വളരെ അത്യാവശ്യമുള്ള ഒരു സാധനം. ഇതിനെക്കുറിച്ച് അടുത്ത ദിവസം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ അതിലിട്ട് കഴിഞ്ഞാൽ ഈ ജോലി തീർന്നു. കുറച്ചുകൂടെ കുളവാഴ, നമ്മുടെ ആഫ്രിക്കൻ പായൽ എന്നൊക്കെ പറയുന്ന സാധനം കുറച്ചുകൂടി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം.
വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പല വലുപ്പമുള്ള കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പോൾ ഓവർ സൈസുള്ള കുഞ്ഞുങ്ങളുണ്ട്. അവര് ചെറുതിനെ പിടിച്ച് തിന്നും. അത് ഒരു പരിധിവരെ ഒഴിവാക്കാൻ ഇതിന്റെ ഈ വേരുകൾ നമ്മളെ സഹായിക്കും. കുഞ്ഞുങ്ങളൊക്കെ അതൊരു സൈസ് ആകുന്നിടം വരെ ഇതിന്റെ ഇടയിൽ പോയി ഒളിച്ചിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കുളവാഴ ഇതിനകത്തോട്ട് കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓവറായിട്ട് ഇടണ്ട, കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്തത്. അപ്പോൾ റെയറിങ്ങിനെ പറ്റി എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റെയറിങ്ങിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ബെല്ലൈക്കൺ ഒന്ന് അമക്കിയേരെ.